ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ. ഡോക്ടർ പുഷ്പ പ്രസവമെടുത്ത കൂടുതൽ കുട്ടികൾക്ക് ഞരമ്പുകൾ തകർന്ന് പരിക്ക് സംഭവിച്ചതായി ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ദീപ്തി തുറന്നു സമ്മതിക്കുന്ന ശബ്ദ സംഭാഷണമാണ് പുറത്തു വന്നത്. പ്രസവത്തിൽ കുഞ്ഞിന്റെ കൈ തളർന്ന കേസിലും വൈകല്യത്തോടെ കുഞ്ഞു പിറന്ന കേസിലും ഡോക്ടർ പുഷ്പയ്ക്കെതിരെ കേസെടുത്തിരുന്നു. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ദീപ്തിയും പരാതിക്കാരനായ കുഞ്ഞിന്റെ അച്ഛൻ വിഷ്ണുദാസുമായുള്ള സംഭാഷണത്തിലാണ് ആശുപത്രിയിലെ സീനിയർ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ പുഷ്പയെക്കുറിച്ചുള്ള തുറന്നു പറച്ചിൽ. ആ ഡിസ്ചാർജ് സമ്മറി പോലും ഒന്നും എഴുതിയിട്ടില്ല, വെറും ബ്ലാങ്ക് ആയി കിടക്കുകയാണ്. വെറും ഇത്രയും സ്ട്രിക്റ്റ് ലേബറായിട്ട് അതൊന്നും മെൻഷൻ ചെയ്തിട്ട് പോലും ഇല്ല. അതൊന്നും മെൻഷൻ ചെയ്യുന്ന പോലും ഇല്ല. പിന്നെ എന്ത് പറയാനാണ്? കേസുമായി പോയാൽ ഒരുപാട് കാലം കോടതി കയറി ഇറങ്ങേണ്ടി വരുമെന്നും സെറ്റിൽമെന്റാണ് നല്ലതെന്നുമാണ് രക്ഷിതാക്കളോട് ഡോക്ടർ ദീപ്തി പറഞ്ഞത്. വിഷ്ണുവിന്റെ പരാതിയിന്മേൽ സൗത്ത് പോലീസ് ഡോക്ടർ പുഷ്പയ്ക്കെതിരെ കേസെടുത്തെങ്കിലും കുഞ്ഞിന്റെ തുടർ ചികിത്സ സംബന്ധിച്ച് ആരോഗ്യവകുപ്പിൽ നിന്ന് ഉൾപ്പെടെ കുടുംബത്തിന് വ്യക്തമായ മറുപടി ലഭിച്ചിട്ടില്ല. വിഷ്ണുദാസ് അശ്വതി ദമ്പതിമാരുടെ മകൻ വിഹാൻ വി കൃഷ്ണ 2023 ജൂലൈ 3 വനിതാ ശിശു ആശുപത്രിയിൽ ജനിച്ചത്. വാക്കം ഡെലിവറിയിലൂടെ പുറത്തെടുത്ത കുഞ്ഞിന് വലതുകൈക്ക് സ്വാധീനമില്ലായിരുന്നു, കൈവിരലും അനങ്ങുന്നില്ലായിരുന്നു. ആലപ്പുഴ ജനറൽ ആശുപത്രിയിലെ ശിശുരോഗ വിദഗ്ധനെ കാണിച്ചപ്പോഴാണ് വാക്വം ഡെലിവറിയിലെ പിഴവാണ് കാരണമെന്ന് അറിയിച്ചത്. എന്നാൽ ആരോപണങ്ങൾ നിഷേധിക്കുകയാണ് ഡോക്ടർ പുഷ്പ. 24 ആലപ്പുഴ.